നമസ്കാരം, എമിയാണ്. കുറച്ച് നാളായിട്ട് ഞാൻ സ്വിഗ്ഗിയുടെ സമരം എന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമരം എന്തിനാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ന്യായമായിട്ടുള്ള ഒരു കൂലി നേടാൻ വേണ്ടിയാണ് ഈ സമരം ഞങ്ങളിവിടെ ആരംഭിച്ചത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് മറുപടികൾ എനിക്ക് നൽകാനുണ്ട്. എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ കുറേ ആളുകൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നീയൊക്കെ കൊടി പിടിച്ചിനി ഇതും കൂടെ പൂട്ടിക്കുമോ, പിന്നെ സമരം ചെയ്ത് ഇതും കൂടെ പൂട്ടിക്കുമോ എന്നൊക്കെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരാരാണ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാതെയാണ് ഇവർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മറ്റൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി. രാഷ്ട്രീയപരമായിട്ട് പാർട്ടികൾ തമ്മിൽ ആശയപരമായിട്ട് ചിലപ്പം ഭിന്നപ്പുകൾ കാണാം. പക്ഷേ തൊഴിലാളികൾക്കൊരു പ്രശ്നങ്ങൾ വരുമ്പം എല്ലാ ആളുകളും എല്ലാ പാർട്ടിയും രാഷ്ട്രീയം മറന്ന് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേർന്നാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. കാരണം കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും INTUC ഉണ്ട്, CITU ഉണ്ട്, AITUC ഉണ്ട്, BMS ഉണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്നാണ് ഈ ഒരു സമരം ഇവിടെ ആരംഭിച്ചത്. കാരണം ആദ്യം തന്നെ ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ CITU മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. CITUവിൻ്റെ കീഴിൽ ഏകദേശം രണ്ടോളം സമരങ്ങൾ ഇവിടെ നടന്നിട്ടുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ സമരം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ പൂർണ്ണമായും പരാജയപ്പെട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ കമ്പനി നൽകിയ എഗ്രിമെൻറ്റ് അത് കമ്പനിയാണ് വയലേഷൻ ചെയ്തത്. ലേബർ ഓഫീസറിന് പോലും ഒരു വിലയും നൽകാതെ തിരുവനന്തപുരത്ത് വികാസ് ഭവനിൽ PFGയിൽ വന്നിട്ട് കമ്പനി എഗ്രിമെൻറ്റ് വയലേഷൻ ചെയ്തു. അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോയത്. അപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളിങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് റിപ്ലൈ ചെയ്യുന്ന നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഈ സമരം ആർക്ക് വേണ്ടിയാണ്? അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതൊരു സമൂഹം നേരിടുന്ന പ്രശ്നമാണ്. ഈ ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഈ ഒരു സമരം. നമ്മുടെ പൂർവികരായ മഹാത്മാഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു. മഹാത്മാഗാന്ധിജിക്ക് അന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഞാനെന്തിനും ജയിലുകളിൽ കിടക്കുന്നു, ബ്രിട്ടീഷുകാരുടെ അടി വാങ്ങുന്നു, അല്ലെങ്കിൽ സ്വന്തം ജീവിതം പോലും ഒരു രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണമെങ്കിലും ചിന്തിക്കാമായിരുന്നു, ഞാൻ എന്തിനു വേണ്ടി ചെയ്യുന്നു. പക്ഷേ അന്ന് എല്ലാം മറന്ന് ഒരു ജനം ഒന്നിച്ച് അദ്ദേഹത്തിനൊപ്പം നിന്നു. അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല, നാളെ വരുന്ന സമൂഹത്തിന് വേണ്ടിയാണ്. ഈ നെഗറ്റീവ് പറയുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും ഒക്കെ വേണ്ടിയാണ്. കാരണം വളർന്നു വരുന്നൊരു ഫീൽഡാണിത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ തുടക്കം കുറിച്ചത് കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു. ഇത്രയും നാളും ഒരു ചർച്ചയ്ക്ക് പോലും എത്താം എന്നറിയിച്ചിരുന്ന ഈ മാനേജ്മെൻറ്റ് ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് നാളെ എത്താം എന്ന് പോലും അറിയിച്ചത്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നെഗറ്റീവ് പറയുന്നവർ ചിന്തിക്കുകയാണ്, ഇത് ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയല്ല, ഇത് കേരളം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. ഞങ്ങൾക്കും മിണ്ടാതിരിക്കാം, ഞങ്ങളുടെ കാര്യം നോക്കിപ്പോകാം. പക്ഷേ ഞങ്ങളതിന് തയ്യാറല്ല. തുടക്കം കുറിച്ച് സാധനത്തിൻ്റെ അവസാനം വരെ കണ്ട് ഇതിന് മാറ്റം കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറും. ഇന്നലെ ഞാൻ ഓടിയതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇത് 10 മണിക്കൂർ 49 മിനിറ്റ് എനിക്ക് കിട്ടിയതാണ് 992 രൂപ. ഈ 10 മണിക്കൂർ 49 മിനിറ്റും ജോലി ചെയ്ത ഒരാൾക്ക് കിട്ടേണ്ട ശമ്പളം 992 രൂപയാണ്. എൻ്റെ വണ്ടി, എൻ്റെ പെട്രോള്, എൻ്റെ ഊർജം എല്ലാം എൻ്റെ. എന്നിട്ട് എനിക്ക് കിട്ടിയതോ 10 മണിക്കൂർ ഏകദേശം 11 മണിക്കൂർ 992 രൂപ. ഇത് കിട്ടിയാൽ മതിയോ? ഇത് കിട്ടിയാൽ മതിയെങ്കിൽ ഞങ്ങൾ ആരും സമരത്തിന് പോകുന്നില്ല. ഞങ്ങളെല്ലാവരും നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങളിതിന് തയ്യാറില്ല. ഈ കുറ്റം പറയുന്നവർക്കൊക്കെ ഇത് മതിയെങ്കിൽ ഓക്കെ. ഇതേ അടുത്തത് 1 കിലോമീറ്റർ പോകാൻ നമുക്ക് കിട്ടുന്ന റേറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന്. 10.8 കിലോമീറ്റർ 60 രൂപ. 11 കിലോമീറ്റർ 60 രൂപയാണ് കമ്പനി നൽകുന്നത്. ഇനി പറ, ഈ സമരം ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. അപ്പോൾ നിങ്ങൾ കുറ്റം പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ദയവ് ചെയ്ത്, നിങ്ങൾ കഴിയാത്തൊരു കാര്യമായിരിക്കും, പക്ഷെ നെഗറ്റീവ് അടിച്ച് ബാക്കിയുള്ളവരെയും കൂടെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത്. അത്രമാത്രം പറയുന്നുണ്ട്. എന്തായാലും നാളെ ഞങ്ങളുടെ ചർച്ച നടത്തുകയാണ്. ഇന്ന് ഞാൻ സ്വിഗ്ഗി ഓടാൻ പോകുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച 2000 രൂപ ഏണിങ്സ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നാളെ ഞങ്ങളുടെ ചർച്ചയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ ഉണ്ടായിരിക്കണം. എന്തായാലും നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സമരം വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.